സർക്കാരിനെതിരെ സമരം നടത്താനുള്ള യാക്കോബായ സഭയുടെ നീക്കത്തിനു പിന്നിൽ ഇടതുമുന്നണിയെന്ന ആരോപണമുയരുന്നു. സഭയിലെ ചില പ്രമുഖരുടെ രാഷ്ട്രീയ മോഹങ്ങളാണ് സമരത്തിന് പിന്നിലെന്ന് യാക്കോബായ അൽമായ ഫോറം. പള്ളികൾ പൂട്ടിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് യാക്കോബായ സഭാ ബിഷപ്പുമാർ ഈ മാസം 18-ന് സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഇതിനെതിരെ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണവുമായി അൽമായ ഫോറം രംഗത്ത് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന വേളയിൽ ഇടതുമുന്നണിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യാക്കോബായ സഭ സർക്കാരിനെതിരെ പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടാതെ പീഡാനുഭവ സമയത്തുള്ള സമരത്തിനെതിരെ സഭയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധമുണ്ടെന്നും അൽമായ ഫോറം ആരോപിക്കുന്നു. കേരള നിയമസഭയുടെ മുമ്പിൽ നടത്താനിരിക്കുന്ന സമരം ഭാവിയിൽ സഭയെ രാഷ്ട്രീയ പാർട്ടിയാക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് അൽമായർ വിശ്വസിക്കുന്നത്. നൊയമ്പിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തില് ഒരു സമരവുമായി ഇറങ്ങുക എന്നുള്ളത് 2000 വർഷം പാരമ്പര്യമുള്ള യാക്കോബായ സഭയുടെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിന് തന്നെ കളങ്കം വരുത്തുന്ന കാര്യമാണ്. സഭയുടെ നേതൃത്വത്തിലുള്ള ചിലർ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയുടെ ലേബലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ തുടക്കമാണ് ഈ ഉപവാസ സമരം. ഇടതുപക്ഷം ഭരിച്ചപ്പോൾ അടഞ്ഞുകിടന്ന പള്ളികൾ തുറക്കാൻ ശ്രമിക്കാത്തവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തു വരുന്നതെന്നും അൽമായ ഫോറം ആരോപിച്ചു. VS ഹൈദരലി, സൂര്യ ന്യൂസ്, ഇടുക്കി.